ഹലോ കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമുക്ക് പുതിയൊരു പാഠം പഠിച്ചാലോ? 7ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 3ാമത്തെ പാഠമായ മൊഴി പൊഴിയും അഴക് എന്ന പാഠഭാഗത്തിലെ 3ാമത്തെ പാഠഭാഗമായ പടക്കളത്തിലേക്ക് എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. എഴുത്തോലയിൽ നിന്നും വാക്കുകൾ കുതിക്കുന്നു. ആനകളായി, കുതിരകളായി, പടയാളികളായി. മഹാഭാരത യുദ്ധത്തിന്റെ 18ാം ദിവസം ഭീമനും ദുര്യോധനും തമ്മിലുള്ള യുദ്ധത്തിന് മുമ്പുള്ള രംഗത്തിന്റെ ഒരു ചിത്രമാണ് എഴുത്തച്ഛൻ ഈ കവിതയിൽ കാണിക്കുന്നത്. യുദ്ധത്തിന്റെ ഭീകരതയും വ്യാപ്തിയും അദ്ദേഹത്തിന്റെ എഴുത്തോലയിൽ നിന്നും വാക്കുകൾ കുതിക്കുന്നു. ആനകളായി, കുതിരകളായി, പടയാളികളായി. മഹാഭാരത യുദ്ധത്തിന്റെ 18ാം ദിവസം ഭീമനും ദുര്യോധനും തമ്മിലുള്ള യുദ്ധത്തിന് മുമ്പുള്ള രംഗത്തിന്റെ ഒരു ചിത്രമാണ് എഴുത്തച്ഛൻ ഈ കവിതയിൽ കാണിക്കുന്നത്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് പോയാലോ? പടക്കളത്തിലേക്ക്. പൊന്നണിഞ്ഞാനകൾ മുൾത്തടി കൈക്കൊണ്ടു പൊന്നിൻ മലകൾ നടക്കുന്നതുപോലെ, വെള്ളത്തിലെ തിര തള്ളുന്നതുപോലെ തുള്ളിക്കളിക്കുന്ന വെള്ളക്കുതിരകൾ, മുമ്പിൽ കളിക്കുന്ന കാലാൾപ്പടകളും വമ്പോടലറും പടഹവും ഭേരിയും, വൻകടൽ പോലെ പരന്നിതു വമ്പട ഹുങ്കാരമോടു മടുക്കുന്നതു നേരം, ദിക്കുകളൊക്കെ മറഞ്ഞു പൊടി കൊണ്ടു ചക്രം തിരിഞ്ഞിതു കൗരവ സൈന്യവും, വില്ലാളി വീരനാം ദ്രോണരതു കണ്ടു നില്ലാപട നമുക്കെന്നുറച്ചിടിനാൻ, ചൊല്ലിനാൻ മറ്റുള്ളവരോടിതു കാൺക നല്ല വരവു ഭയങ്കരമെത്രയും, എല്ലാവരും ഒരുമിച്ചു നിന്നിടുവിൻ നല്ല ഗജങ്ങളെ മുമ്പിൽ നിർത്തിയിടുവിൻ, വല്ലാതെ ധൂളിപ്പടയകറ്റിടുവിൻ വല്ലവമുള്ളവരൊന്നിച്ചു കൂടുവിൻ. ഇത്തരം ചൊല്ലിയുറച്ചു ഭരദ്വാജ പുത്രനാം ദ്രോണരുറപ്പിച്ചു നിർത്തിനാൻ. മഹാഭാരതം കിളിപ്പാട്ട് ദ്രോണപർവം എഴുത്തച്ഛൻ. 18 ദിവസം നീണ്ടുനിന്ന ഘോരമായ കുരുക്ഷേത്ര യുദ്ധത്തെക്കുറിച്ചാണ് എഴുത്തച്ഛൻ ഇവിടെ വർണ്ണിക്കുന്നത്. 18 പർവങ്ങളിലായി ലഭിച്ച, അതായത് 18 ഭാഗങ്ങളിലായി രചിച്ച ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ 18 പർവങ്ങളിലൊന്ന് ആണ് ദ്രോണപർവം. ഓരോ ദിവസവും യുദ്ധത്തിൽ സേനാനായകന്മാരായി മാറുന്ന വീരപരാക്രമശാലികളുടെ പേരാണ് പർവങ്ങളുടെ പേരുകളായി എഴുത്തച്ഛൻ കൊടുത്തിട്ടുള്ളത്. ദ്രോണപർവത്തിൽ സേനാനായകത്വം ദ്രോണർക്കാണ്. ദ്രോണർ കൗരവപടയെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അതിനുവേണ്ടി ദ്രോണർ നൽകുന്ന നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമാണ് ഈ പാഠഭാഗത്തിലുള്ളത്. പൊന്നണിഞ്ഞാനകൾ മുൾത്തടി കൈക്കൊണ്ടു പൊന്നിൻ മലകൾ നടക്കുന്നതുപോലെ. ഈ വരികളിൽ എന്താണ് പറയുന്നത്? ആനകളുടെ വലിപ്പവും ശക്തിയും ആണ് ഇവിടെ വിവരിക്കുന്നത്. ആനകൾ പൊന്നണിഞ്ഞു നടക്കുന്നത് കണ്ടാൽ പൊന്നിൻ മലകൾ, വലിയ മലകൾ, പൊന്നണിഞ്ഞ വലിയ മലകൾ നടക്കുന്നത് പോലെ തോന്നപ്പെടുന്നു. വെള്ളത്തിലെ തിര തള്ളുന്നതുപോലെ തുള്ളിക്കളിക്കുന്ന വെള്ളക്കുതിരകൾ. കുതിരകളുടെ വേഗതയും ഓട്ടത്തിന്റെ താളവും യുദ്ധത്തിന്റെ ശബ്ദ കോലാഹലങ്ങളെയാണ് വരച്ചു കാട്ടുന്നത്. വെള്ളക്കുതിരകൾ വെള്ളത്തിലെ തിര തള്ളുന്നത് പോലെ തോന്നുന്നു. വൻകടൽ പോലെ പരന്ന പടയാണ് യുദ്ധത്തിനൊരുങ്ങി നിൽക്കുന്നത്. മുമ്പിൽ കളിക്കുന്ന കാലാൾപ്പടകളും വമ്പോടലറും പടഹവും ഭേരിയും. കാലാൾപ്പട വാദ്യഘോഷത്തിനൊപ്പം നൃത്തം ചെയ്യുന്നുണ്ട്. വലിയ ശബ്ദത്തോടെ പടഹവും ഭേരിയും യുദ്ധവാദ്യങ്ങളായി പടക്കളത്തിൽ ഉണ്ട്. ഇതെല്ലാം യുദ്ധത്തിന്റെ ഭീകരതയും വ്യാപ്തിയും അനിശ്ചിതത്വവുമാണ് വ്യക്തമാക്കുന്നത്, അല്ലേ? വൻകടൽ പോലെ പരന്നിതു വമ്പട ഹുങ്കാരമോടു മടുക്കുന്നതു നേരം. കടൽ പോലെ പരന്ന പടയാണ് ഇതിനൊരുങ്ങി നിൽക്കുന്നത്. ദിക്കുകളൊക്കെ മറഞ്ഞു പൊടി കൊണ്ടു ചക്രം തിരിഞ്ഞിതു കൗരവ സൈന്യവും. ആനകൾ പൊന്നണിഞ്ഞു നടക്കുന്ന പൊന്നിൻ മലകൾ പോലെ നടന്നു വരുന്നു. വെള്ളക്കുതിരകളാണെങ്കിൽ വെള്ളത്തിലെ തിരകൾ തള്ളുന്നത് പോലെ ശക്തിയിൽ വേഗത്തിൽ കുതിച്ചു വരികയാണ്. കാലാൾപ്പട വാദ്യാഘോഷത്തിനൊപ്പം പടഹവും ഭീരിയുമായി യുദ്ധവാദ്യങ്ങളായി പടക്കളത്തിലേക്ക്
വരികയാണ്. ഇതെല്ലാം കൂടിയായപ്പോൾ യുദ്ധക്കളത്തിലെ ദിക്കുകളെല്ലാം പൊടികൊണ്ട് മറഞ്ഞു. യുദ്ധത്തിന്റെ ശക്തിയും ഭീകരതയും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. വില്ലാളി വീരനാം ദ്രോണരതു കണ്ടു നില്ലാപട നമുക്കെന്നുറച്ചിടിനാൻ. ഇതെല്ലാം കണ്ട് കൗരവ സൈന്യം ആകെ ആശങ്കയിലായി ഇരിക്കുകയാണ്. അപ്പോഴാണ് ദ്രോണർ തന്റെ സൈന്യർക്ക് നിർദ്ദേശങ്ങൾ നൽകി അവരെ ധൈര്യപ്പെടുത്തുന്നത്. ദ്രോണർ സൈന്യത്തെ ധൈര്യപ്പെടുത്തുകയും യുദ്ധമുറകൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് അദ്ദേഹം നൽകുന്നത്? നമുക്ക് നോക്കാം. ചൊല്ലിനാൻ മറ്റുള്ളവരോടിതു കാൺക നല്ല വരവു ഭയങ്കരമെത്രയും എല്ലാവരും ഒരുമിച്ചു നിന്നിടുവിൻ നല്ല ഗജങ്ങളെ മുമ്പിൽ നിർത്തിയിടുവിൻ. എല്ലാവരും ഒന്നിച്ചു നിൽക്കുക. തന്റെ സൈന്യത്തെ യുദ്ധത്തിന് തയ്യാറെടുപ്പിക്കുകയാണ് ദ്രോണർ ചെയ്യുന്നത്. അവരെ ധൈര്യപ്പെടുത്തുന്നതിനായി അദ്ദേഹം നിർദ്ദേശങ്ങൾ നൽകുന്നു. യുദ്ധത്തിൽ വിജയിക്കണമെങ്കിൽ ഐക്യവും തന്ത്രപരമായ നീക്കങ്ങളും ആവശ്യമാണെന്ന് അദ്ദേഹം ഊന്നിപ്പറയുകയാണ്. എല്ലാ സൈനികരോടും ഒന്നിച്ചു നിൽക്കാനും ആനകളെ മുന്നിൽ അണിനിരത്താൻ ദ്രോണർ അദ്ദേഹത്തിന്റെ സൈനികർക്ക് നൽകുന്നു. യുദ്ധമുഖത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കൗരവ സൈന്യത്തെ നിൽക്കത്തെ പട എന്ന് മനസ്സിൽ ഉറപ്പിച്ചതിനു ശേഷമാണ് ദ്രോണർ തന്റെ പടയോട് സംസാരിക്കുന്നത്. എല്ലാവരും പാണ്ഡവരുടെ പടയുടെ ഭയങ്കരമായ വരവ് കാണുക. എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. നല്ല ആനകളെ, കരുത്തുള്ള ആനകളെ മുന്നിൽ നിർത്തുക. പിന്നെയോ വല്ലാതെ ധൂളിപ്പടയകറ്റിയിടുവിൻ വല്ലഭമുള്ളവരൊന്നിച്ചു കൂടുവിൻ. ഉയർന്നു പൊങ്ങുന്ന പൊടിപടലങ്ങൾ എത്രയും വേഗം അകറ്റുക. യുദ്ധവൈഭവമുള്ള പോരാളികളെല്ലാം ഒന്നിച്ചു നിൽക്കുക. ദ്രോണർ എന്ന ആചാര്യന്റെ നേതൃത്വത്തിന്റെ ശബ്ദമാണ് കൗരവ സൈന്യത്തിന് ആത്മവിശ്വാസവും ശക്തിയും പകരുന്നത്. ഇത്തരം ചൊല്ലിയുറച്ചു ഭരദ്വാജപുത്രനാം ദ്രോണരുറപ്പിച്ചു നിർത്തിനാൻ. ഇത്തരം നിർദ്ദേശങ്ങൾ നൽകി ദ്രോണർ ആർത്തുവരുന്ന പാണ്ഡവപടയുടെ മുന്നിൽ അന്താളിച്ചു നിൽക്കുന്ന സൈന്യത്തെ ധൈര്യപ്പെടുത്തുന്നു. അവർക്ക് ആത്മവിശ്വാസം പകർന്നു നൽകുന്നു. ദ്രോണർ ധൈര്യം പകർന്ന് തന്റെ സൈന്യത്തെ ഉണർത്തുന്നത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അർത്ഥം കണ്ടെത്താം. കാലാൾ പട, കാലാൾ സൈന്യം, നിലത്തുനിന്ന് യുദ്ധം ചെയ്യുന്ന പടയാളികൾ. വമ്പോടെ, ഊറ്റത്തോടെ, അഹങ്കാരത്തോടെ, വീര്യത്തോടെ. പടഹം, പെരുമ്പറ, വലിയ ശബ്ദം. വല്ലഭം, സാമർത്ഥ്യം, ശക്തി, ബോധം. ദിക്ക്, ദിശ. ഗജം, ആന. പൊന്ന്, സ്വർണം. കൈക്കൊണ്ടു, കയ്യിലേന്തി. ഭേരി, ശബ്ദം, വലിയ വാദ്യം. വൻകടൽ, വലിയ കടൽ. വമ്പട, വലിയ പട. നേരം, സമയം. മറഞ്ഞു, കാണാതായി. ചക്രം തിരിഞ്ഞു, ആശയക്കുഴപ്പത്തിലായി. ചൊല്ലിനാൽ, പറഞ്ഞു. കാൺക, കണ്ടാലും. എത്രയും ഭയങ്കരം, വലിയ ഭയങ്കരമായ. വല്ലഭം, ധൂളി, പൊടി. ചൊല്ലി, ഉറച്ചു. സമാന പദങ്ങൾ. യുദ്ധം, പട, അടര്, പോര്, അംഗം, രണം, സമരം, ആയോധനം. സ്വർണം, കാഞ്ചനം, പൊന്ന്, ഹേമം. തേര്, രഥം, സ്യന്തനം. കുതിര, വാജി, അശ്വം, തുരകം. വെള്ളം, ജലം, അമ്പു, തണ്ണീർ, നീര്, തോയം. പൊടി, ധൂളി, പാംസു. ചക്രം, അക്ഷം, രഥാംഗം. സേന, വ്യൂഹം, ഗണം, സംഘം. തിര, വീചി, തരംഗം. കടൽ, സമുദ്രം, സാഗരം, രത്നാകരം, അബ്ദി, തോയാങ്കരം. ഭൂമി, ധര, ധരിത്രി, ധരിണി. മകൻ, പുത്രൻ, സുതൻ, തനയൻ. മല, പർവ്വതം, ഗിരി. മാറ്റിയെഴുതുക. പടക്കളം, പടയുടെ കളം. പൊന്നിൻ മലകൾ, പൊന്നിന്റെ മലകൾ. വെള്ളക്കുതിര, വെള്ളയായ കുതിര. വില്ലാളി വീരൻ, വില്ലാളിയായ വീരൻ. ധൂളിപ്പട, ധൂളിയുടെ പട. നാനാർത്ഥം. ചക്രം, വാഹനത്തിന്റെ ചക്രം, പഴയകാലത്തെ പണം. പത്തി, പണം, ഒരു സൈന്യം. അർത്ഥവ്യത്യാസം. അബ്ദി, സമുദ്രം. അബ്ദം, വർഷം. അമ്പു, വെള്ളം. ഹിമം, മഞ്ഞ്. ഹേമം, സ്വർണം. ധൂളി, പൊടി. ധൂമം, പുക. സുതൻ, മകൻ. സൂതൻ, തേരാളി. ഗജം,
ആന, അജം, ആട്. തുഞ്ചത്തെഴുത്തച്ഛൻ ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന പ്രാചീന കവിത്രയത്തിലെ ഭക്തകവിയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അദ്ദേഹം 15-ാം നൂറ്റാണ്ടിനും 16-ാം നൂറ്റാണ്ടിനുമിടയിലാണ് ജീവിച്ചിരുന്നത് എന്ന് വിശ്വസിച്ചു പോരുന്നു. ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ തിരൂരിലായിരുന്നു കവിയുടെ ജനനം. കവിയുടെ അഭ്യർത്ഥന മാനിച്ച് കിളി ചൊല്ലുന്ന രീതിയിലുള്ള അവതരണ ശൈലിയാണ് കിളിപ്പാട്ടുകൾ എന്നറിയപ്പെടുന്നത്. എഴുത്തച്ഛനാണ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്. ഭാഷാപിതാവായ അദ്ദേഹത്തിന്റെ കൃതികൾ കിളിപ്പാട്ടുകളാണ്. ശാരിക പൈതലിനെ വിളിച്ചുവരുത്തി ഭഗവത് കഥകൾ പറയാനാവശ്യപ്പെട്ടിരുന്ന രീതിയിലുള്ള രചനയാണിത്. കിളിപ്പാട്ട് പ്രസ്ഥാനം എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത്. അധ്യാത്മരാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട് എന്നീ സാമാന്യം വലുതായ കിളിപ്പാട്ട് രചനകൾ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെതായിട്ടുണ്ട്. ഈ 2 കൃതികൾക്ക് പുറമെ ഹരിനാമ കീർത്തനം, ഭാഗവതം കിളിപ്പാട്ട്, ചിന്താരത്നം, ബ്രഹ്മാണ്ഡപുരാണം, ശിവപുരാണം, ദേവീമഹാത്മ്യം, ഉത്തരരാമായണം, ശതമുഖരാമായണം, കൈവല്യ നവനീതം എന്നീ കാവ്യങ്ങളും എഴുത്തച്ഛൻ്റെതായിട്ടുണ്ടെന്ന് കരുതപ്പെടുന്നു. 1575 എഴുത്തച്ഛൻ മരണമടഞ്ഞതെന്ന് വിശ്വസിക്കുന്നു. വായിക്കാം, കണ്ടെത്താം. വെള്ളക്കുതിരകളെ ഈ കാവ്യഭാഗത്ത് എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവത്തിലെ ദ്രോണാചാര്യരുടെ നേതൃത്വത്തിൽ കൗരവ സൈന്യം യുദ്ധത്തിനൊരുങ്ങിയ കാഴ്ചകളാണ് പടക്കളത്തിലേക്ക് എന്ന പാഠഭാഗത്തിൽ വിശദീകരിക്കുന്നത്. വെള്ളത്തിലെ തിര തള്ളുന്നത് പോലെ തുള്ളിക്കളിക്കുന്ന വെള്ളക്കുതിരകൾ എന്നാണ് യുദ്ധമുഖത്തുള്ള വെള്ളക്കുതിരകളെ എഴുത്തച്ഛൻ വർണ്ണിച്ചിരിക്കുന്നത്. യുദ്ധസന്നാഹത്തെ എങ്ങനെയൊക്കെയാണ് വർണ്ണിച്ചിരിക്കുന്നത്? ദ്രോണരുടെ നേതൃത്വത്തിൽ കുരുക്ഷേത്ര ഭൂമിയിലെത്തിയ സേനയെ എഴുത്തച്ഛൻ വർണ്ണിക്കുന്നത് സൂക്ഷ്മമായിട്ടും സൗന്ദര്യപരവുമായിട്ടാണ്. ആനകൾ പൊന്നണിഞ്ഞു നടക്കുന്നത് കണ്ടാൽ പൊന്നിൻ മനകൾ നടക്കുന്നത് പോലെ തോന്നും. വെള്ളക്കുതിരകൾ വെള്ളത്തിലെ തിര തള്ളുന്നത് പോലെ തോന്നുന്നു. കാലാൾപ്പട വാദ്യാഘോഷത്തിനൊപ്പം നൃത്തം ചെയ്യുന്നുണ്ട്. വലിയ ശബ്ദത്തോടെ പടഹവും ഭേരിയും യുദ്ധവാദ്യങ്ങളായി പടക്കളത്തിലുണ്ട്. വൻകടൽ പോലെ പരന്ന പടയാണ് യുദ്ധത്തിനൊരുങ്ങുന്നത്. ദിക്കുകളെല്ലാം പൊടികൊണ്ട് മറഞ്ഞപ്പോൾ കൗരവ സൈന്യം ആകെ ആശങ്കയിലായി. പാണ്ഡവ സൈന്യത്തിന്റെ വരവ് കണ്ട് കൗരവ സൈന്യം ചക്രം തിരിയുന്നത് പോലെ പരിഭ്രമിക്കുന്നതായാണ് എഴുത്തച്ഛൻ വർണ്ണിച്ചിരിക്കുന്നത്. യുദ്ധസന്നാഹത്തിന്റെ ഭാഗമായി ദ്രോണർ തന്റെ സൈന്യത്തിന് നൽകുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ കവിതയിൽ യുദ്ധത്തിന്റെ ഭീകരതയും വ്യാപ്തിയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കൗരവ പടയ്ക്ക് ദ്രോണർ നൽകുന്ന നിർദ്ദേശങ്ങൾ എന്തെല്ലാം? 18 ദിവസം നീണ്ടുനിന്ന ഘോരമായ കുരുക്ഷേത്ര യുദ്ധത്തെയാണ് എഴുത്തച്ഛൻ ഈ കവിതയിൽ വർണ്ണിക്കുന്നത്. 18 പർവ്വങ്ങളിലായി രചിച്ച, അതായത് 18 ഭാഗങ്ങളിലായി ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ 18 പർവ്വങ്ങളിലൊന്നാണ് ദ്രോണപർവം. ഓരോ ദിവസവും യുദ്ധത്തിൽ സേനാനായകന്മാരായി മാറുന്ന വീരപരാക്രമശാലികളുടെ പേരുകളാണ് പർവ്വങ്ങളുടെ പേരുകളായി എഴുത്തച്ഛൻ കൊടുത്തിട്ടുള്ളത്. ദ്രോണപർവത്തിൽ സേനാനായകത്വം ദ്രോണർക്കാണ്. ദ്രോണർ കൗരവ പടയെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അതിനുവേണ്ടി ദ്രോണർ നൽകുന്ന നിർദ്ദേശങ്ങളാണ് പാഠഭാഗത്തുള്ളത്. ദ്രോണരുടെ നേതൃത്വത്തിൽ പാണ്ഡവ സേനയെ നേരിടാനൊരുങ്ങുകയാണ്. ദ്രോണർ ധൈര്യം പകർന്ന് തന്റെ സൈന്യത്തെ ഉണർത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തേക്ക് അതിശക്തിയായി വന്നുകൊണ്ടിരിക്കുന്ന പാണ്ഡവ പടയെ കണ്ട് എന്തു ചെയ്യണം, എങ്ങനെ യുദ്ധം തുടങ്ങണം, എന്തെല്ലാം യുദ്ധതന്ത്രങ്ങളിലൂടെ ശത്രുക്കളെ ആക്രമിക്കണം എന്നറിയാത്ത അണികൾക്കും രാജാക്കന്മാർക്കും ദ്രോണർ ഇങ്ങനെ നിർദ്ദേശം നൽകുന്നു. എല്ലാവരും ഒന്നിച്ചു നിൽക്കുക, കരുത്തുള്ള ആനകളെ മുന്നിൽ നിർത്തുക, പൊടിപടലങ്ങളെ അകറ്റുക, യുദ്ധവൈഭവമുള്ള പോരാളികളെല്ലാം ഒന്നിച്ചുകൂടി നിൽക്കുക. യുദ്ധത്തിൽ വിജയിക്കണമെങ്കിൽ ഐക്യവും തന്ത്രപരമായ നീക്കങ്ങളും ആവശ്യമാണെന്ന് അദ്ദേഹം പറയുന്നു. ദ്രോണർ എന്ന ആചാര്യന്റെ നേതൃത്വ ശബ്ദമുള്ള നേതാവിന്റെ ശബ്ദമാണ് കൗരവ സൈന്യത്തിന് ആത്മവിശ്വാസവും ശക്തിയും പകർന്നു നൽകുന്നത്. ആവർത്തന ഭംഗി ആസ്വദിക്കാം. വെള്ളത്തിലെ തിര തള്ളുന്നതുപോലെ തുള്ളിക്കളിക്കുന്ന വെള്ളക്കുതിരകൾ. ആവർത്തിച്ചു വരുന്ന പദങ്ങളും അക്ഷരങ്ങളും ഈ വരികൾക്ക് എത്രത്തോളം സൗന്ദര്യം നൽകുന്നു. ഇതുപോലെ ഈ കവിതാ ഭാഗത്ത് ആവർത്തന ഭംഗി നൽകുന്ന പ്രയോഗങ്ങളുള്ള വരികൾ കണ്ടെത്തിയെഴുതുക. ഓരോ വരിയിലും അക്ഷരങ്ങൾ ആവർത്തിക്കുന്നതിനെ പ്രാസം എന്നാണ് പറയുന്നത്.
പ്രാസവും താളവും കവിതയുടെ രചനാ വൈഭവത്തെ അടുത്തറിയാൻ സഹായിക്കുന്നു. പഴയകാല കാവ്യഭാഷയിലും ഈ അടുത്ത കാലം വരെയും പ്രാസവും താളവും കവിതയുടെ ജീവനാണ് എന്നു കരുതിയ കവികൾ ഉണ്ടായിരുന്നു. വർണ്ണനയിലാണ് പ്രാസഭംഗി തെളിഞ്ഞു കാണാൻ സാധിക്കുന്നത്. ദ്വിതീയാക്ഷരപ്രാസം, ആദിപ്രാസം, അന്ത്യപ്രാസം എന്നിങ്ങനെ അക്ഷരങ്ങളുടെ ആവർത്തനം വരികളിൽ എവിടെ കാണുന്നു എന്നതിനെ ആസ്പദമാക്കി വ്യത്യസ്ത പ്രാസങ്ങൾ ഉണ്ടെങ്കിലും എഴുത്തച്ഛൻ ഭാഷയിലെ പ്രാസഭംഗിക്ക് മറ്റൊരു തലം സൃഷ്ടിച്ചിട്ടുണ്ട്. എഴുത്തച്ഛന്റെ വർണ്ണനകളിൽ പ്രാസഭംഗിയും വൃത്തവ്യവസ്ഥയും ഉണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം മഹാഭാരതം കിളിപ്പാട്ടിലെ യുദ്ധവർണ്ണനയാണ്. വെള്ളത്തിലെ തിര തള്ളി വന്നു തുള്ളിക്കളിക്കുന്നത് പോലെ വെള്ളക്കുതിരകൾ എന്ന വരികളിൽ ള എന്ന പദത്തിന്റെ ആവർത്തനം കാണാം. വെള്ളത്തിലെ തിരകളുടെ ഒഴുക്കും താളവും വ്യക്തമാക്കാനാണ് ഈ അക്ഷരം ആവർത്തിച്ച് ഉപയോഗിച്ചിരിക്കുന്നത്. വായിച്ചറിയുന്ന യുദ്ധത്തെ കാഴ്ചകളാക്കി മനസ്സിൽ പതിപ്പിക്കണമെങ്കിൽ ഉചിതമായ പദങ്ങളും അവയുടെ പ്രാസ താള ലയ ഭംഗിയും വേണം. യുദ്ധം ചലനമാണ്. ചടുലമായ യുദ്ധത്തെ അതേപോലെ വേഗത്തിലും ചടുലതയിലും കവി ആവിഷ്കരിച്ചിരിക്കുന്നു. വൻകടൽ പോലെ പരന്നിതു വമ്പട ഹുങ്കാരമോടു മടുക്കുന്നതു നേരം എല്ലാവരും ഒരുമിച്ചു നിന്നിടുവിൻ നല്ല ഗജങ്ങളെ മുന്നിൽ നിർത്തിയിടുവിൻ അല്ലാതെ ധൂളിപ്പടയകറ്റിയിടുവിൻ വല്ലഭമുള്ളവർ ഒന്നിച്ചു കൂടുവിൻ. എഴുത്തച്ഛന്റെ യുദ്ധവർണ്ണനയിൽ വാക്ക് ജഡപദാർത്ഥമല്ല, ഓജസ്സും തേജസ്സുമുള്ള ചേതസ്സു നിറഞ്ഞ തിളങ്ങുന്ന വാക്കുകളാണ് എഴുത്തച്ഛൻ്റേത്. തത്സമയ വിവരണം തയ്യാറാക്കാം. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നിങ്ങൾ വാർത്താ റിപ്പോർട്ടർ ആയി എത്തിയിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക. അവിടെ നടക്കുന്ന കാര്യങ്ങൾ തത്സമയം റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അവതരിപ്പിക്കുക. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഓരോരുത്തരും ആവേശകരമായൊരു യുദ്ധ പോരാട്ടം കാണുവാനാണ് എത്തിയിരിക്കുന്നത്. ആരാണ് വിജയ കിരീടം അണിയുന്നത് എന്ന് നമുക്ക് നോക്കിക്കാണാം. യുദ്ധഭൂമിയിൽ ഇതാ കാലാൾ പടകളും ആനയും തേരും അണിനിരക്കുകയാണ്. പൊന്നണിഞ്ഞെത്തിയ ആനകൾ പൊന്നിൻ മലകൾ നിരന്നു വരുന്നത് പോലെയും വെള്ളത്തിൽ തിര തല്ലുന്നത് പോലെ മനോഹരമായി കുതിരകൾ ചലിക്കുകയും ചെയ്യുന്നത് യുദ്ധത്തിന്റെ തീവ്രതയെയാണ് നമ്മളിൽ നിറയ്ക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതിനിടയിൽ ഇതാ കടന്നു വരുന്നു വൻ കടലിളകുന്നത് പോലെ ഭീകര ഹുങ്കാരവുമായി പടയാളികൾ. യുദ്ധത്തിന് മുന്നിൽ നേതൃത്വം കൊടുക്കുന്നത് ആരാണെന്ന് നിങ്ങൾ നോക്കുക പ്രിയരെ. ദ്രോണരുടെ നേതൃത്വത്തിൽ പടയാളികൾ പാണ്ഡവസേനയെ നേരിടാൻ ഒരുങ്ങുകയാണ്. ദ്രോണർ ധൈര്യം പകർന്ന് തന്റെ സൈന്യത്തെ ഉണർത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നിൽക്കൂ പട നമുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ദ്രോണർ സൈന്യത്തെ ഉണർത്തുന്നുണ്ട്. എല്ലാവരും ഒന്നിച്ചു നിൽക്കാനും ആനകളെ മുന്നിൽ നിർത്താനും പൊടിപടലങ്ങൾ അകറ്റാനും അദ്ദേഹം ആജ്ഞാപിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം ഇരു സൈന്യങ്ങളും ഏറ്റുമുട്ടാൻ തുടങ്ങുകയാണ്. ഈ യുദ്ധമുഖത്ത് നിന്ന് സുരക്ഷിതമായൊരിടത്തേക്ക് മാറി നിൽക്കാനുള്ള നിർദ്ദേശം നമുക്ക് വന്നിരിക്കും. തൽക്കാലം നമുക്ക് ഇവിടുന്ന് മാറി നിൽക്കാം. കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ്. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നിന്ന് മലയാള ടെലിവിഷന് വേണ്ടി നിഖിൽ. യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിക്കാം. കുരുക്ഷേത്ര യുദ്ധത്തെയാണ് എഴുത്തച്ഛൻ വർണ്ണിച്ചിരിക്കുന്നത്. മനുഷ്യരാശിക്ക് ഭീഷണി ഉയർത്തുന്ന യുദ്ധങ്ങൾ ഇന്നും നടക്കുന്നു. ഇതിനെതിരെ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിക്കുക. ഇതിനായി പോസ്റ്ററുകളും പ്ലക്കാർഡുകളും മുദ്രാഗീതങ്ങളും തയ്യാറാക്കുക. ക്ലാസ്, സ്കൂൾ തല നവമാധ്യമ ഗ്രൂപ്പുകളിൽ അവ പങ്കുവയ്ക്കുക. നമുക്ക് കുറച്ച് പോസ്റ്ററുകൾ അല്ലെങ്കിൽ പ്ലക്കാർഡുകൾ നോക്കിയാലോ? നിങ്ങൾക്കിത് ആകർഷകമായ ചിത്രങ്ങൾ കൂടി കൂട്ടിച്ചേർക്കാം കേട്ടോ. യുദ്ധങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ മനുഷ്യൻ മനുഷ്യനാകുന്നു. യുദ്ധഭൂമിയിലെ കഴുകനല്ല, സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ മനസ്സിൽ പറക്കട്ടെ. ഇനി കുറച്ച് മുദ്രാഗീതങ്ങൾ നോക്കാം. ചോരപ്പുഴകൾ വേണ്ടേ വേണ്ട, സ്നേഹപ്പുഴകൾ ഒഴുകട്ടെ, തഴുകും കാറ്റായി അലറും കടലായി ഞങ്ങൾ വരുന്നു മുന്നോട്ട്. പോരിൽ ജയിപ്പതു കേമത്വം, അതു പാടിപ്പഴകിയ ജീർണത്വം, പാടൂ പാടൂ പുതിയ കഥ, പടരട്ടെ പുതുസ്നേഹകഥ. ചുടുനിണമല്ല, കൊടുവാളല്ല, ചുരികത്തലയും ഉറുമിയുമല്ല, ചുണ്ടിൽ വിളങ്ങും പുഞ്ചിരിയാൽ നാം ചൂടട്ടെ പുതു സൗന്ദര്യം. ജാതിക്കല്ല, മതത്തിനുമല്ല, മണ്ണിനുമല്ല, പെണ്ണിനുമല്ല, പോരാടേണ്ടത് നീതിക്കായി, മണ്ണിൽ ജനിക്കും മക്കൾക്കായി, വിണ്ണിൽ പടരും പുലരിക്കായി. അണിചേരൂ ഇനി പുതിയ കഥ, പാരിതിലെഴുതൂ സ്നേഹകഥ.
സവിശേഷതകൾ കണ്ടെത്താം. ഭർത്താവേ കണ്ടില്ലയോ കനകമയ മൃഗമെത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം. പേടിയില്ലിതിനേതു മെത്രയുമടുത്തു വന്നിടുന്നു മെരുക്കമുണ്ടെത്രയും എന്നു തോന്നും. അധ്യാത്മരാമായണം. നല്ല മരതകക്കല്ലിനോടൊത്തൊരു കല്യാണരൂപൻ കുമാരൻ മനോഹരൻ ചൊല്ലെഴും അർജുനൻ തൻ്റെ തിരുമകൻ വല്ലഭാ നിന്റെ മരുമകൻ. മഹാഭാരതം കിളിപ്പാട്ട്. മുകളിൽ കൊടുത്തിരിക്കുന്ന കവിതാഭാഗങ്ങളും പാഠഭാഗവും മുൻനിർത്തി എഴുത്തച്ഛൻ്റെ കാവ്യഭാഷയുടെ സവിശേഷതകളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. സൂചനകൾ: പദപ്രയോഗഭംഗി, താളഭംഗി, ആശയവ്യക്തത, ഭാഷ. മുകളിൽ കൊടുത്തിരിക്കുന്ന കവിതാഭാഗങ്ങളിൽ നിന്നും പാഠഭാഗത്തു നിന്നും എഴുത്തച്ഛൻ്റെ കവിതകളിൽ താളത്തിന് വളരെയധികം പ്രാധാന്യം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വളരെ ലളിതമായ ഭാഷയിൽ ആഴമേറിയ അർത്ഥങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കവിതയിലെ അർത്ഥം വായനക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. അറിവിൻ്റെയും അക്ഷരങ്ങളുടെയും അകംപൊരുളിലാണ് മലയാള മൊഴിയുടെ അഴക് തുളുമ്പുന്നത് എന്ന് എഴുത്തച്ഛൻ വിശ്വസിച്ചിരുന്നു. എഴുത്തച്ഛൻ്റെ വർണ്ണനകളിൽ പ്രാസഭംഗിയും വൃത്തവ്യവസ്ഥതയും ഉണ്ട്. വായിച്ചറിയുന്ന യുദ്ധത്തെ കാഴ്ചകളാക്കി മനസ്സിൽ പതിപ്പിക്കണമെങ്കിൽ ഉചിതമായ പദങ്ങളും അവയുടെ പ്രാസ, താള, ലയഭംഗിയും വേണം. യുദ്ധചലനമാണ്. ചടുലമായ യുദ്ധത്തെ അതേപോലെ വേഗത്തിലും ചടുലതയിലും കവി ആവിഷ്കരിച്ചിരിക്കുന്നു. ഉദാഹരണം: വെള്ളത്തിലെ തിര തള്ളിവന്നു തുള്ളിക്കളിക്കുന്നത് പോലെ വെള്ളക്കുതിരകൾ. വൻകടൽ പോലെ പരന്നിതു വമ്പട ഉങ്കാരമോടുമടുക്കുന്നതു നേരം. ഓജസ്സും തേജസ്സുമുള്ള വാക്കുകളാണ് എഴുത്തച്ഛൻ്റേത്. ഉപന്യാസം എഴുതാം. മാതൃഭാഷയുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ലഘു ഉപന്യാസം തയ്യാറാക്കുക. ഈ യൂണിറ്റിലെ പാഠഭാഗങ്ങളിലെ ആശയങ്ങൾ കൂടി പ്രയോജനപ്പെടുത്തേണ്ടതാണ്. മാതൃഭാഷ ഒരു കുട്ടി ആദ്യമായി ഉച്ചരിക്കുന്ന ഭാഷയാണ്. അതിലൂടെയാണ് അവൻ ലോകത്തെ അറിഞ്ഞു തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഉത്തമമായ ബോധനമാധ്യമം മാതൃഭാഷയാണ്. ഈ വസ്തുത മനസ്സിലാക്കി മാതൃഭാഷയിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് നാം സന്നദ്ധരാകേണ്ടതാണ്. എന്നാൽ ഇന്ന് മാതൃഭാഷയായ മലയാളം പഠിപ്പിക്കുന്നത് പോലും മാനക്കേടാണ് എന്ന് കരുതുന്നവരാണ് അധികവും. എല്ലാ ഭാഷകളും നാം അറിയണം. ഒരു ഭാഷ പഠിക്കുമ്പോൾ നാം അറിയാതെ ഒരു സംസ്കാരത്തെ കൂടി പഠിക്കുകയാണ്. ഇത് തിരിച്ചും സംഭവിക്കാം. ഒരു സംസ്കാരത്തോടുള്ള അഭിനിവേശം ഭാഷയോടുള്ള ആരാധനയായി മാറാം. ഇന്നത്തെ മലയാളത്തിൻ്റെ അവസ്ഥ തുടർന്നാൽ മലയാള ഭാഷ മരിച്ചെന്നു വരാം. മലയാള ഭാഷയെ സംരക്ഷിക്കാൻ നാം ഓരോരുത്തരും ജാഗ്രതയോടെ ഇരിക്കണം. മാതൃഭാഷാ പഠനം കാര്യക്ഷമമായി വിദ്യാലയങ്ങളിൽ നടക്കണം. മാതൃഭാഷാ പഠനത്തിന് പ്രസക്തിയും പ്രാധാന്യവും ഉണ്ടാവണം. ഭരണഭാഷ മലയാളം ആയതുകൊണ്ടോ ശ്രേഷ്ഠഭാഷാ പദവി ലഭിച്ചതുകൊണ്ടോ മലയാളം സർവകലാശാല ഉണ്ടായതുകൊണ്ടോ ഒന്നും മലയാളം രക്ഷപ്പെടില്ല. കുട്ടികൾക്ക് ഭാഷയോട് അടുപ്പം ഉണ്ടാകണം. അതിന് യോജിച്ച വിധത്തിലുള്ള ഭാഷാവ്യവഹാര രൂപങ്ങൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തണം. കവിതയും കഥകളും ധാരാളം വായിക്കണം. പുതിയ പാഠപുസ്തകങ്ങൾ അതിന് സഹായിക്കും. 7ാം ക്ലാസ് കേരള പാഠാവലിയിലെ 3ാമത്തെ യൂണിറ്റ് മൊഴി പൊഴിയും അഴക് ഭാഷാപഠനം കാര്യക്ഷമമാകുന്നതിൽ സമർത്ഥമായ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്നു. ശരിയായ രീതിയിൽ കുട്ടികൾ അത് പരിശീലിച്ചാൽ മാത്രമേ ഭാഷയുടെ സൗന്ദര്യം അവരിൽ എത്തൂ. കാവ്യനർത്തകിയിൽ കവിതയുടെ നൃത്തമാണുള്ളതെങ്കിൽ കുഞ്ഞുണ്ണി മാഷിൻ്റെ വാക്കിനെ പറ്റിയുള്ള ലേഖനം വാക്കിൻ്റെ ശക്തിയും വാക്കിനെ പറ്റിയുള്ള പഴഞ്ചൊല്ലുകളും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. എഴുത്തച്ഛൻ്റെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലും വർണ്ണനകളിലൂടെ തെളിയുന്ന ഭാഷയുടെ ഭംഗി കാണാം. ഭാഷോത്സവം സംഘടിപ്പിക്കാം. മുന്നൊരുക്കങ്ങൾ: ആസൂത്രണം, നോട്ടീസ്, പോസ്റ്റർ, ബ്രോഷർ, ക്ഷണക്കത്ത്. കാര്യപരിപാടികൾ: സെമിനാർ, വിഷയം മലയാള ഭാഷയിലെ കാവ്യഭംഗി, കാവ്യസദസ്സ്, പതിപ്പ് പ്രകാശനം. ഭാഷോത്സവത്തിന് ഓൺലൈൻ സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്തുക. ഭാഷോത്സവ പതിപ്പിൽ എന്തെല്ലാം? എഴുതിയ കഥകൾ, അനുഭവക്കുറിപ്പുകൾ, കാർട്ടൂണുകൾ, ഉപന്യാസം, ശേഖരിച്ച കഥകൾ, ശേഖരിച്ച ശൈലികൾ, ചൊല്ലുകൾ. നമുക്കൊരു നോട്ടീസ് തയ്യാറാക്കി നോക്കിയാലോ? മൊഴിച്ചിറക്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്കൂളിലെ ലൈബ്രറി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നവംബർ 1 വെള്ളിയാഴ്ച ഭാഷോത്സവം മൊഴിച്ചിറക് സംഘടിപ്പിക്കുന്നു.
മലയാള ഭാഷയുടെ ഭാവി എന്തായിരിക്കും എന്ന് ഓരോ മലയാളികളുടെയും പോലെ നമുക്കും ചിന്തിക്കാം. ഈ ഭാഷോത്സവത്തിൽ പങ്കെടുത്ത് വിജയിപ്പിക്കാൻ എല്ലാ ഭാഷാ സ്നേഹികളെയും സ്വാഗതം ചെയ്യുന്നു. സെക്രട്ടറി, സ്കൂൾ ക്ലബ്ബ്. കാര്യപരിപാടികൾ: രാവിലെ 10 മണി പ്രാർത്ഥന. 6ാം ക്ലാസ്സിലെ കുട്ടികൾ. സ്വാഗതം കാവ്യ ടീച്ചർ. അധ്യക്ഷ പ്രസംഗം സുജിത്ത് GK, ഹെഡ്മാസ്റ്റർ. ഉദ്ഘാടനം ശങ്കരൻ നമ്പ്യാർ, കവി, ലേഖകൻ. സെമിനാർ മലയാള ഭാഷയുടെ പ്രാധാന്യം. പങ്കെടുക്കുന്നവർ: ഡോക്ടർ അഖില രാജീവ്, ഭാഷാവിദഗ്ധ. മുഹമ്മദ് റാഫി, ഭാഷാവിദഗ്ധൻ. പതിപ്പ് പ്രകാശനം. വിശിഷ്ടാതികളും പുസ്തകത്തിൻ്റെ അണിയറ ശില്പികളും. നാടകം എൻ്റെ മലയാളം. രചന, അവതരണം സാഹിത്യ സമാജം അംഗങ്ങൾ. നന്ദി. സ്കൂൾ സാഹിത്യ സമാജം കൺവീനർ. ഏവർക്കും സ്വാഗതം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.